തുടർച്ചയായ 10ാം ദിവസവും ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആക്രമണം നടത്തുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. അമേരിക്കൻ സൈനികരുടെ മരണത്തിന് പകരം ചെയ്യുമെന്നാണ് ഭീഷണി. അതിനിടെ ശക്തമായ പ്രത്യാക്രമണവുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും രംഗത്തെത്തി. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10ാം ദിവസത്തിലേക്ക് കടന്നതോടെ മേഖല അതീവ ഗുരുതരമായ യുദ്ധഭീതിയിലായിരിക്കുകയാണ്. പതിവ് പോലെ തെക്കൻ ഇറാനിലാണ് വ്യാപക ആക്രമണം നടന്നിരിക്കുന്നത്. ഇറാന്റെ സിറിക്, ബന്ദർ അബ്ബാസ്, ഖഷംദ്വീപ്, ചബഹാർ, കൊനാരക് എന്നീ മേഖലകളെ ലക്ഷ്യമിട്ടാണ് US അവസാനമായി ബോംബാക്രമണം നടത്തിയത്. അതേസമയം ഇതിന് ശക്തമായ പ്രത്യാക്രമണവുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും രംഗത്തെത്തിയിട്ടുണ്ട്. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പ്രത്യാക്രമണം നടത്തിയതെന്ന് IRGC സ്ഥിരീകരിച്ചു. കൂടാതെ ലോകത്തെ പ്രമുഖ എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ 2 എണ്ണ ടാങ്കറുകൾക്ക് വലിയ തോതിൽ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. അമേരിക്കൻ സൈനികരുടെ മരണത്തിന് പകരം ചെയ്യുമെന്നാണ് ഭീഷണി. ട്രംപിന്റെ ഈ പരാമർശം കൂടുതൽ പ്രതികാര നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും അമേരിക്ക അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇറാനിൽ ആക്രമണം നടത്തുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കടലിടുക്കിലെ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഇറാനിയൻ സൈനിക ശേഷി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പുതിയ ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് USന്റെ വാദം. ഇറാനിയൻ സൈനിക കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, സമുദ്രശേഷികൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് US സൈന്യം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ധാരണാപത്ര ലംഘനങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും ഇറാനോട് പ്രതികാരം ചെയ്യാനാണ് നിലവിൽ US ശ്രമിക്കുന്നത്. ട്രംപ് മറ്റൊരു തീരുമാനമെടുക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ചർച്ചകളുടെ ഭാഗമായി ഇറാൻ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിൽ എത്തിയതായാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.